ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണം എങ്ങനെ ആഘോഷിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്രാടം ദിവസം മുതലുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കട്ടിങ്ങിലാണ് കേട്ടോ. അതായത് നാളത്തേക്കുള്ള കറികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഉത്രാട ദിനത്തിൽ ഇട്ടിട്ടുള്ള പൂക്കളെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. ദുർക്കുട്ടിയോടൊപ്പം കളിക്കാൻ വേണ്ടി വന്നേക്കാണ്. അവർക്ക് വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ദുർക്കുട്ടിയാണെങ്കിൽ ആ സമയത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ നല്ല ഉറക്കമാണ്. ഒരാൾ ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ ആൾ കസവിൻ്റെ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദുർക്കുട്ടി എണീറ്റപ്പോൾ നമ്മളിവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ പറയണതനുസരിച്ച് അവൾ പോസ് ചെയ്ത് തരും കേട്ടോ. അതാണ് അവളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും, നമ്മൾ പറയുന്നതനുസരിച്ച് പോസ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ കുറേ നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടിയായിരുന്നു അന്ന്. അപ്പോൾ അപ്പം നല്ല പോസിങ്ങിലും കാര്യങ്ങളാണ് കേട്ടോ അവൾ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാ പിള്ളേരും മക്കളെല്ലാവരും കൂടി വന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അമ്മ പുട്ടും കടലയും ഒക്കെ സ്പെഷ്യലായിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുർക്കുട്ടി എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നല്ല രസമാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നല്ല രസമല്ല, പ്രത്യേകിച്ച് പിള്ളേരൊപ്പം. അപ്പോൾ അതിന് ശേഷം പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങാണ്. അപ്പോൾ ദുർക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോങ്. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഭയങ്കര ഡാൻസിങ്ങും കാര്യത്തിലൊക്കെയാണ്. ഇത് ഒരാൾ മാത്രം കളിക്കണില്ല കേട്ടോ, ബാക്കി രണ്ടുപേരും ഭയങ്കര ഡാൻസിലാണ്. അപ്പോൾ അതിന് ശേഷം അന്ന് ഉത്രാട ദിവസം നൈറ്റായപ്പോൾ കുമ്മാട്ടിക്കളി പോലെ പിള്ളേരൊക്കെ ഇങ്ങനെ വേഷം കെട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ദുർക്കുട്ടിക്ക് അച്ഛൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസാണ്, എന്നാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ കുമ്മാട്ടിക്കളി വന്നിട്ടോ. തുണി അടിച്ചിട്ടില്ല. ഇതാരാ മുതൽ ഇതാരാ അപ്പോൾ അതിന് ശേഷം തൃക്കാക്കരപ്പനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെന്താ പറയുക, അണിയാണ്. അപ്പോൾ ദുർക്കുട്ടിയുള്ള കാരണം എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ചേട്ടനാണ് കേട്ടോ കൂടുതലൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ചില അലങ്കോലപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ചേട്ടനാണ് ഭൂരിഭാഗമൊക്കെ ചെയ്തത് കേട്ടോ. കാരണം എനിക്ക് തിരക്ക് പിടിച്ച് ചെയ്ത കാരണം അതിൻ്റെ ഇടയിൽ ദുർക്കുട്ടി അവിടെ ഓരോ വികൃതികൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇടയിൽ മാറിട്ടൊക്കെ വന്ന് ചെയ്തത്. അപ്പോൾ ചേട്ടൻ തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ ഡിസൈനൊക്കെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് 2 കൊല്ലം കൂടിയിട്ട് ഇപ്പോൾ ഓണം ആഘോഷിക്കാൻ കിട്ടിയൊരു അവസരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റിയിരുന്നില്ല കഴിഞ്ഞ 2 കൊല്ലമൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ദുർക്കുട്ടിയുള്ള കാരണം കുറച്ച് എല്ലാത്തിനും സമയം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പരമാവധിയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഈ വക കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ ഇരുന്ന് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ചേട്ടൻ ബാക്കി കാര്യങ്ങൾ ഡെക്കറേഷനൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ സമയത്ത് അമ്മ നമുക്ക് ഓണം കൊള്ളുമ്പോൾ വെക്കാനുള്ള അട ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പറയില്ലേ പൂവട എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്. അതായത് നമ്മൾ ഈ തുമ്പപ്പൂ വെച്ചിട്ടൊരു അടയും കൂടി ഉണ്ടാക്കും. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഈ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് അമ്മ അവിടെ അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് തൃക്കാക്കരപ്പൻ്റെ മേത്ത് പൂവൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ എല്ലാ ഭാഗത്തും നമ്മൾ പൂ കുത്തി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പൂക്കളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്താണ്. പിന്നെ നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഓണം കൊള്ളാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ആദ്യം തന്നെ എല്ലാം ഉമ്മർത്തൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ചേട്ടനോട് പറഞ്ഞിട്ട് എല്ലാം ഉമ്മർത്തേക്ക് വെക്കണേ. അപ്പോൾ നമ്മൾ ഓൾറെഡി സാധനങ്ങൾ, അതായത് തുമ്പപ്പൂവ്, തൃക്കാക്കരപ്പൻ, അതുപോലെ കോലം വരയ്ക്കാനുള്ള മാവ്, അതുപോലെ പൂക്കൾ, ഇതപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനാണ് ഈ കോലം വരയ്ക്കുന്ന ആളെന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിതിനെ പറ്റി വലിയ ധാരണയില്ല. ഡിസൈൻ കഴിഞ്ഞ മുന്നത്തെ കൊല്ലമൊക്കെ ഞാൻ തന്നെ ചെയ്തത്. പക്ഷെ അത് അങ്ങനെ ചേട്ടൻ്റെ അമ്മയും പറഞ്ഞ രീതിക്ക് ഞാൻ ചെയ്തത് മാത്രമേ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഏകദേശം വരച്ചു കേട്ടോ. അപ്പോൾ താഴത്തേക്ക് റെഡി ആയിട്ട് സെറ്റായിട്ടുണ്ട് പൂവട.
അപ്പോൾ വരച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ചും കൂടി ഡിസൈൻ ബാക്കിയുണ്ട്, എന്തൊക്കെ വരയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ പിന്നെ ഇനി എല്ലാം സെറ്റായിട്ടാ. ഇനി നമുക്ക് ഓണം കൊള്ളുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ കെട്ടിയവനാണ് കേട്ടോ. ഉതിർക്കുട്ടിയുടെ അച്ഛനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതാണ് ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് കാണിക്കണം. അപ്പോൾ ആദ്യം എന്തോ കുറിക്ക് തൊട്ട് പിന്നെ ഒരു നാക്കല വെച്ച് അതിലേക്ക് പിന്നെ നമ്മൾ തൃക്കാക്കരപ്പനെ വെക്കുകയാണ് ചെയ്യണം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചേട്ടന് പിന്നെ നല്ല എക്സ്പീരിയൻസാണ്. ചേട്ടൻ്റെ അമ്മാമ്മ ഉണ്ടായിരുന്ന കാലത്ത് അമ്മാമ്മയാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ. എല്ലാത്തിനും നേതൃത്വം വഹിച്ചിരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓർമ്മയൊക്കെ ചേട്ടനുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അമ്മ പറഞ്ഞു കൊടുക്കേണ്ട ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കനലാണ് ചെയ്യുന്നത്. കനൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി പിന്നെ അത് തുമ്പപ്പൂവ് വെച്ചിട്ട് ഒരു ബേസ് പോലെ തുമ്പപ്പൂ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ധ്രുവക്കുട്ടി അച്ഛൻ്റെ കയ്യിലാണ് കുറച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് നമ്മളൊരു 10 മണിക്ക് ആയപ്പോഴാണ് കേട്ടോ ഓണം കൊള്ളാൻ നിന്നത്. നമുക്ക് അത്രയും കുറച്ച് ലേറ്റായി, നമ്മൾ എല്ലാം തീർന്ന് വരണ്ടേ. അപ്പോൾ അച്ചച്ചെടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ ടൈമിൽ അവളാണ്. അങ്ങനെ തുമ്പപ്പൂ വെക്കണതിന് മുന്നേ തൃക്കാക്കരപ്പന വെച്ചു. അപ്പോൾ എല്ലാ തവണയും ഓണം കൊള്ളുന്ന ആൾ നമ്മുടെ ചേട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ തൃക്കാക്കരപ്പന വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ധ്രുവക്കുട്ടി അച്ഛനത് അവിടെ ഇടയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തുമ്പപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ തൃക്കാക്കരപ്പന്മാരെയും അവിടെ വെച്ച് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പൂവും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചു. പിന്നെ അതിന് ശേഷം അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ ഒരു ബേസ് കിട്ടാൻ വേണ്ടി അതിൻ്റെ നടുവിലുള്ള ഒരു വെയിൻ ഇങ്ങനെ അമർത്തി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ. നാക്കിലയുടെ നടുവിലുള്ള വെയിൻ. അപ്പോൾ അങ്ങനെ നമ്മൾ പൂവട ഉണ്ടാക്കിയത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ചെയ്യണേ, പിന്നെ നാളികേരം 2 മുറിയായിട്ട് മുറിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ധ്രുവക്കുട്ടി അച്ഛനോട് എടുക്കാൻ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. ധ്രുവക്കുട്ടിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. അപ്പോൾ ഒരു വിധത്തിൽ അവളെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അവൾക്ക് ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നാളികേരം 2 കറക്റ്റായിട്ട് ആളിതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പോൾ അതിലെന്തോ വെള്ളമൊക്കെ നിറച്ച് 2 സൈഡിൽ അതും വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മൾ ചേട്ടൻ ഒന്നും കൂടി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ആർപ്പോ ഇറോ എന്ന് വിളിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓണം കൊള്ളൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചുമ്മാ അച്ഛനും മോളും ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ കോലമൊക്കെ ഇടാൻ വെച്ചിട്ടുള്ള മാവ് നമ്മുടെ ഡോറുമ്മേ, അതുപോലെ അടുപ്പിൻ്റെ അവിടെ പടികളും അങ്ങനെയൊക്കെ എന്തോ ഒരു ഇത് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് പതിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ധ്രുവക്കുട്ടീനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ്റെ കൈ ഇപ്പോഴും അവിടെ മായാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ധ്രുവക്കുട്ടീനെ ഇപ്രാവശ്യം ചെയ്തു. ധ്രുവക്കുട്ടിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കാരണം മാവിലൊക്കെ മുക്കി കൈ അവിടെ ഇവിടെയും വെച്ച് തയ്ക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി, അവൾക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവസാനം അമ്മ പടികളുമൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ഇങ്ങനെ ഒഴിച്ച് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ അതിൻ്റെ പിന്നെയുള്ള ഐതിഹ്യം എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ തലേദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ.
അങ്ങനെ ഇതാ പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഓണക്കോടി എൻ്റെ ഓണക്കോടി ഇതാണ്. ധ്രുക്കുട്ടിക്ക് ഇപ്പം അച്ചാച്ചൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഒരു പട്ടുപാവാടയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. പിന്നെ ധ്രുക്കുട്ടിക്ക് നമ്മളിതിന് എൻ്റെ ഡ്രസ്സിന് ട്വിന്നിങ് ആയിട്ടൊരു ഡ്രസ്സും കൂടി ഉണ്ട്, നമ്മൾ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചത്. അത് പിന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. ഏതാണ്ട് ഒരു 10 മണിക്ക് ആയപ്പോൾ ഞങ്ങൾ പോയത്. വളരെ പുലർച്ചെയൊന്നുമല്ല ഞങ്ങൾ പോയത്. അപ്പം അങ്ങനെ ധ്രുക്കുട്ടീനെ കൊണ്ടിട്ട് അച്ഛൻ തൊഴാൻ കയറിയിട്ടുണ്ട്. അങ്ങനെ തൊഴുതിട്ട് വേഗം നല്ല വെയിലായി കാരണം ഓടാണ് കേട്ടോ ധ്രുക്കുട്ടീനെ എടുത്തിട്ട് അച്ഛൻ. അപ്പോൾ അമ്പലത്തിലും നല്ല രസത്തിൽ പൂക്കളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ കിട്ടിയ അവസരമല്ല, അപ്പോൾ ധ്രുക്കുട്ടീനെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൂക്കളത്തിൻ്റെ അടുത്ത് ധ്രുക്കുട്ടീനെ ഇരുത്തിയിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. അവൾ ഞാൻ പറഞ്ഞില്ല നല്ല രീതിയിൽ പോസ് ചെയ്ത് തരും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് വലിയച്ഛന്മാരുടെ വീട്ടിലേക്ക് ഒന്ന് കയറി കിട്ടാം. അപ്പോൾ ആ സമയത്താണ് ചേട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നു. ചേട്ടന്മാർ തൊട്ടടുത്ത് വീട്ടിൽ പോയേക്കായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് ധ്രുക്കുട്ടി ചേട്ടന്മാരുടെ ടോയ്സൊക്കെ വെച്ച് ഭയങ്കര കളിയാണ് കേട്ടോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചേട്ടന്മാർ വരാണ്ടായപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. പൂക്കളത്തിൻ്റെ പരിപാടി കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പൂക്കളത്തിൻ്റെ ബാക്കിയുള്ള ഫിനിഷിങ് ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം സമയത്തിന് ഇതിട്ട് തീരില്ല. കാരണം ഇവിടെയുള്ള കാര്യങ്ങളും ഇടയിൽ പൂ അരിയാൻ നിൽക്കലൊക്കെ ഉള്ള കാരണം പിന്നെ അച്ഛനാണ് എല്ലാ പൂവ് അരിഞ്ഞു തന്നത്. അങ്ങനെ അവസാനം അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ സ്വർണ്ണത്തിന് നമ്മുടെ ധ്രുക്കുട്ടിക്കുള്ള സദ്യ നമ്മളിത് ഹൈച്ചേർമയാണ് വെച്ചിരിക്കണേ. അവൾ കഴിക്കൊന്നുമില്ല, പക്ഷെ നമ്മൾ നമ്മുടെ സന്തോഷത്തിൻ്റെ പേരിലും പിന്നെ ഓണായതിൻ്റെ പേരിലും നമ്മൾ നല്ല ഭംഗിയിലൊക്കെ അവൾക്ക് വിളമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സാധനം കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് സദ്യ. നമ്മൾ സദ്യക്ക് വലിയ കുറേ ഐറ്റംസ് ഒന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. സാമ്പാർ, അവിയൽ, പിന്നെ ഒരു കാളൻ, പിന്നെ അച്ചാർ, ഇഞ്ചിമുളി, പിന്നെ കായ വറുത്തത്, ശർക്കര വരട്ടി, ക്യാബേജ് തോരൻ, പപ്പടം. പിന്നെ നമ്മൾ പായസമൊക്കെ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത്. പായസം നമ്മൾ പാലട ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിഷ്കിന്ത കാണ്ടെന്നുള്ള മൂവിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും ഞാൻ, അമ്മയും അച്ഛനും പിന്നെ ചേട്ടൻ്റെ വൈഫും പിള്ളേരൊക്കെ കൂട്ടാണ്ട മൂവിക്ക് പോയത്. നല്ല മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൂവി കണ്ട് തിരിച്ച് വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം, ബൈ.